നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. രാജ്യമെമ്പാടും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വോട്ടർ പട്ടികയിൽ SIR BLOമാർ നവംബർ 4-ന് ശേഷം എല്ലാ വീട്ടിലും വരും. ആളില്ലെങ്കിൽ വീണ്ടും വരും. വോട്ടർമാർ അറിയേണ്ടതും ചെയ്യേണ്ടതും എല്ലാ വോട്ടർമാരുടെയും ഫോൺ നമ്പർ BLOമാരുടെ കയ്യിൽ ഉണ്ട്. മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യും എത്തുന്ന സമയം. ഇതിനായി വോട്ടർമാർ ചെയ്യേണ്ടത് BLOയുടെ കയ്യിലുള്ള ഫോറം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതി. ആവശ്യമെങ്കിൽ രേഖകളും നൽകണം. പുതിയ ഫോട്ടോ ചേർക്കാനും സൗകര്യമുണ്ട്. BLOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ എന്നാണ് യഥാർത്ഥ മീനിങ്. 2002-ന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ 12 രേഖകളിൽ 1 മാത്രം ഹാജരാക്കിയാൽ മതി. 2002-ലും 2025-ലും വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും എന്യൂമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകുകയും വേണം. ഇങ്ങനെ BLOമാർ വീടുകളിൽ വരുമ്പോൾ ഏതൊക്കെ രേഖകൾ? സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ പേയ്മെൻറ്റ് ഉത്തരവ് സർക്കാർ, തദ്ദേശ അധികൃതർ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC, പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ 1987 മുമ്പ് നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയിലേതെങ്കിലും ഒന്ന്. 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുകളില്ലെങ്കിൽ പേര് ചേർക്കാൻ ഫോറം 6-ൽ അപേക്ഷിക്കണം. ജനിച്ചത് 1987 ജൂലൈ 7-ന് മുമ്പാണെങ്കിൽ ജനനത്തീയതിയോ ജനനസ്ഥലമോ തെളിയിക്കുന്ന രേഖകളിൽ ഒന്ന് നൽകണം. 1987 ജൂലൈ 1-ന് 2004 ഡിസംബർ 2-നുമിടയിൽ ജനിച്ചവർ ജനനത്തീയതിയോ ജനനസ്ഥലമോ തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കളിൽ ഒരാളുടെ രേഖ നൽകണം. 2004 ഡിസംബർ 2-ന് ശേഷം ജനിച്ചവർ സ്വന്തം രേഖയും മാതാപിതാക്കളുടെയും രേഖകളും നൽകണം. ഇതിനൊക്കെ കമ്മീഷൻ അംഗീകരിച്ച 12 രേഖകളിൽ ഒരെണ്ണം മതിയാകും. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്പ് ഉണ്ടാകും. ജില്ലാതലത്തിലുള്ള കോൾ സെൻറ്ററിൻ്റെ കസ്റ്റമർ സഹായം 1950 സഹായം തേടാം. ഇരട്ട വോട്ടുണ്ടെങ്കിൽ വോട്ടർക്ക് തന്നെ അതിലൊന്ന് നീക്കാൻ അപേക്ഷിക്കാം. BLOയ്ക്ക് ശുപാർശ ചെയ്യാം. മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പുതിയ താമസ സ്ഥലത്തേക്ക് വോട്ട് മാറ്റുന്നതിന് ഇങ്ങനെ അപേക്ഷിക്കണം. മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന ആളായിരിക്കണം വോട്ടർ. BLOമാർക്കും ഇതിൽ തീരുമാനം. വീടാന്തരം കയറിയുള്ള എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ സംസ്ഥാനത്ത് നടക്കും. നാട്ടിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ ഈ SIRൻ്റെ പരിഷ്കാരം മാറ്റിവെക്കണമെന്ന് കേന്ദ്രത്തോട് അപേക്ഷിച്ച് തള്ളിയതാണ്. വോട്ടർമാരെ കൃത്യമായി ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ.